എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഞാനിന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിന്ന് ബാംഗ്ലൂർ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങാമെന്നുള്ള പ്ലാനിങ് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 കാറിലായിട്ടാണ് അത് പോകുന്നത്. അതായത് ഞങ്ങൾക്ക് ഫാമിലി ഫ്രണ്ടും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ അത് വേറൊരു കാറിലും ഞങ്ങളുടെ കാറിലുമാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് അക്കു നേരത്തെ റെഡിയായി വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഡാൻസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അക്കുവും കിച്ചുവും നേരത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ച് നേരം റീൽസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ. ഞാൻ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകാൻ ഇറങ്ങുകയാണ്. ബാപ്പായും ഉമ്മായും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് ഉമ്മായും ബാപ്പായും എല്ലാം നമ്മുടെ കൂടെ ബാംഗ്ലൂരിന് പോകാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്നിച്ചാണ് ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 5 മണിക്ക് പോവുകയാണ്. പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉമ്മ കുറച്ചൊന്ന് മയക്കത്തിലായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പോയി ഞങ്ങൾ ഫസ്റ്റ് ടോള് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കാറ് ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫ്രണ്ടും എല്ലാവരും ഉണ്ടെന്ന്. അപ്പോൾ അവരെല്ലാം ഫ്രണ്ടിലത്തെ കാറിലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാറ് പാർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അവരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്. അതും വൈഫും 2 മക്കളും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചക്കര കോഫി എന്ന് പറയുന്നത് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയും മക്കൾക്ക് കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ മക്കളെ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ഇരുത്തി അവരിവിടെ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ഉമ്മായും മക്കളുടെ കൂടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ്. എല്ലാവരും കയറുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നു. അപ്പോൾ ഞങ്ങൾ A2B കയറി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോകാം. മക്കൾക്കും എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടെ നിർത്തിയപ്പോൾ ഞാൻ അങ്ങനെ കയറി പോകുന്ന വഴിക്ക് കണ്ണാടി കണ്ടപ്പോൾ ഞാനും അമ്മവും കൂടെ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. പണ്ടേ റീൽസ് എൻ്റെ ഒരു ഹരമാണല്ലോ. അങ്ങനെ പിന്നെ പൊങ്കൽ വാങ്ങിച്ചു, ഇഡ്ഡലി വാങ്ങിച്ചു. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതാണ് വാങ്ങിക്കുന്നത്. എനിക്ക് പൂരിയാണ് വാങ്ങിച്ചത്. മക്കൾ ഗീദോശ വാങ്ങിച്ചു. അങ്ങനെ ഓരോരുത്തരും മസാല ദോശ വാങ്ങിച്ചു. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കഴിയും. ബാപ്പായ്ക്കും ഉമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു ട്രിപ്പ് അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങളെക്കാട്ടിലും കേട്ടോ. അങ്ങനെ ബാപ്പായും ഉമ്മായും അങ്ങനെ ട്രിപ്പൊന്നും എങ്ങും പോകാറില്ലല്ലോ. അത് കാരണം ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കുറേ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുത്തു. ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ കൂടെയുള്ള കാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലും ബാക്കിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃഷ്ണഗിരി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ എൻ്റെ ക്യാമറയിലൊന്ന് പകർത്തിയെടുത്തതാണ്. പിന്നെ ഇത് ഈ കാണുന്ന പ്ലേസ് കണ്ടില്ലേ, ഇത് വിൻമില്ലാണ്. അപ്പോൾ അത് ഒരുപാട് വിൻമില്ലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളേ. ഇത് ഗ്രാനൈറ്റ് ഇവിടെ കൂടുതൽ കിട്ടുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ബാംഗ്ലൂർ പോകാനുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം ഞങ്ങളുടെ ബാപ്പായ്ക്കാണ് കേട്ടോ. ബാപ്പായുടെ ഫ്രണ്ട് ബാംഗ്ലൂർ ഉണ്ട്. കാരണം ബാപ്പ മസ്കറ്റി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാപ്പായുടെ കൂടെ ഉള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ കണ്ടിട്ട് ഒരു 5 വർഷമായി റിട്ടയർഡായി വന്നിട്ട്. അപ്പോൾ അതിനുശേഷം ബാപ്പായി കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ബാപ്പ നമ്മളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ബാപ്പായ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഉമ്മ ഉണർന്നപ്പോൾ ഞാൻ ഉമ്മയെ റീൽസൊക്കെ ചെയ്തപ്പോൾ ഉമ്മയ്ക്ക് നാണക്കേടാവുന്നുണ്ട്. ഇത് ഗ്രേപ്സ് ഗാർഡൻ ആണ് കണ്ടില്ലേ. ഇത് ഇപ്പോൾ 20 ഡേയ്സ് കഴിയുമ്പോൾ അവർ പറയുന്നത് ബ്ലാക്ക് കളർ മുന്തിരി ഉണ്ടല്ലോ, അത് ആ ബ്ലാക്ക് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് പച്ചയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ വന്ന് വീഡിയോ എടുത്ത് ഞാൻ ഒരെണ്ണം ഇങ്ങനെ പറിച്ച് കഴിച്ച് നോക്കി. ഒരു മുന്തിരിയായിട്ട് ഭയങ്കര പുളി കൊണ്ട് വായി വെക്കാൻ വയ്യ. അപ്പോൾ 20 ഡേയ്സ് കഴിയുമ്പോൾ ഇത് പഴുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ബാപ്പാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെയുള്ള ഫാമിലി ഉണ്ട്, ഞങ്ങളുണ്ട്, ബാപ്പ ഉമ്മ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവർ വീട്ടിൽ പോയപ്പം ബാപ്പായ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബാപ്പാടെ ഫ്രണ്ടല്ലേ, കുറേ നാൾ കാണാതിരുന്ന് കാണും. അതുമാത്രം 30 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത ഫ്രണ്ടല്ലേ. അങ്ങനെ ഞങ്ങളതെല്ലാം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇലക്ട്രോണിക് സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് സിറ്റിയിലാണ് നമ്മളുടെ ഉള്ള ഫാമിലിയുടെ ചേട്ടനും വൈഫും എല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാംഗ്ലൂർ കാണാത്തവരാണെങ്കിൽ കാണാം. ബാംഗ്ലൂർ കണ്ടവരും ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്യുന്നവരും എല്ലാം ഒരുപാട് ആൾക്കാർ കാണും. അങ്ങനെ പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ജിലേബി എടുത്ത് വെച്ച് കഴിച്ചേ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉരുളി റെസ്റ്റോറൻറ്റിൽ കയറി. ഇത് നമ്മളുള്ള ഫാമിലി ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. ബാംഗ്ലൂർ വരുന്നവരാരാണെങ്കിലും ഈ ഉരുളി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ കേരള ഫുഡാണ് ഫുള്ളുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ മനോഹരമായൊരു കാഴ്ച, ചെറിയൊരു അക്വേറിയം. അതും ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. എല്ലാവരും ഊണാണ് വാങ്ങിച്ചത്. അമ്മും അക്കും മാത്രം ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. ബാലൻസ് എല്ലാവരും ഊണാണ് വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരും വിശന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചു. വേറെ കടലൊന്നും കയറി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം
നമ്മളിവിടെ കയറിയാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ വാഴയിലെ പൊള്ളിച്ച ഫിഷൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഫേസും പൊത്തിക്കൊണ്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു എല്ലാവരും ഫേസ് പൊത്തി, ശ്രീദേവിയും കിച്ചും എല്ലാം ഫേസും പൊത്തിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഞങ്ങൾ ഞങ്ങളുടെ റെസിഡൻസിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ടിലും ബൈക്കിലുമായിട്ട് ഞങ്ങളിങ്ങനെ കാറും കൊണ്ട് കയറി പോവുകയാണ്. അപ്പോൾ കാർ അവിടെ തന്നെ കൊടുത്താൽ മതി, ഇവിടെ സ്റ്റാഫ് കൊണ്ട് പാർക്ക് ചെയ്യും കാറ്. അതിനുശേഷം ഞങ്ങൾ അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ 5 മിനിറ്റ്സ് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം 5 മിനിറ്റ്സ് ഞങ്ങൾ അവിടെ ഇരുന്നു. ബാപ്പായ ഉമ്മ ഇവിടെ കൊണ്ട് ഇരുത്തി. അതിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ലിഫ്റ്റ് വഴി എല്ലാവർക്കും കയറി പോകാൻ പറ്റത്തില്ല, കാരണം എല്ലാവർക്കും വെയിറ്റ് ഉള്ളവരല്ലേ. അപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അത് കാരണം പിന്നെ ആദ്യം ബാപ്പായെയും കിച്ചുവിനെയും മക്കളെല്ലാം കൂടെ പറഞ്ഞു വിട്ടു. അതിനുശേഷം സെക്കൻഡ് ട്രിപ്പിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കും, എവിടെ പോയാലും വീഡിയോ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ റൂമിലോട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് പോയി കയറിയത്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂമിലോട്ട് കയറിയപ്പോൾ റൂം കണ്ടപ്പോൾ തന്നെ മക്കൾ ഭയങ്കര ഹാപ്പി, ഒരു രക്ഷയുമില്ലാത്ത ഹാപ്പി. അടിപൊളി എന്ന് വെച്ചാൽ കിടുക്കാച്ചൊരു റൂമായിരുന്നു കേട്ടോ. നല്ല സെറ്റപ്പൊക്കെ ഉള്ള ഒരു സൂപ്പർ റൂം, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സ്പേസും ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി ഒരു റൂമാണ്, രക്ഷയില്ല മക്കളെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉമ്മാടേയും ബാപ്പാടെ റൂം, അവിടെയും ഞങ്ങൾ പോയി നോക്കി. ഉമ്മാടേയും ബാപ്പാടെ റൂം അടിപൊളിയാണ്, 2 റൂം സെറ്റാക്കിയിട്ടുണ്ട്. മറ്റേ ഫാമിലിയുടെ റൂം മുകളിലെ 2nd ഫ്ലോറിലായിരുന്നു, ഞാനവിടെ പോയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങളുടെ റൂമിലോട്ട് വന്ന് കയറി. അപ്പോൾ ഉമ്മ ഇങ്ങോട്ട് വരികയാണ്. ഉമ്മയുടെ സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ റൂമൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഒരു സെറ്റി ഉണ്ട്, അതുപോലെ ഒരു മിററുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ കർട്ടൻ തുറക്കുമ്പം വെളിയിലോട്ട് റോഡ്, നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ടിവിയുടെ റിമോട്ടൊക്കെ ഇവിടെ വെച്ചേക്കുന്നു. പിന്നെ അടിപൊളി കട്ടിലൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഫിറ്റിങ്സ് ഉണ്ട്. പിന്നെ എന്താണ്, TV ഉണ്ട്, അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. പിന്നെ കെറ്റിലുണ്ട്, വെള്ളം ചൂടാക്കി കുടിക്കും. ഒരു ലാൻഡ് ഫോൺ ഉണ്ട് കേട്ടോ, നമുക്ക് വിളിക്കാനുള്ള ലാൻഡ് ഫോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 മിനറൽ വാട്ടറും കെറ്റിലും, അതുപോലെ ടീ പൗഡറും കോഫി പൗഡറും ഷുഗറും ഒക്കെ വെച്ചിട്ടുണ്ട്, ഗ്ലാസ് കപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ആയിട്ട് കാണിക്കാം. കാരണം എല്ലാം കൂടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ, അത് കാരണം മൊത്തം കൂടെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവർ ബൈ ബൈ, താങ്ക് യു.